ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ജേണി സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഷിരടി സായിബാബയുടെ അമ്പലത്തെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ പണ്ടൊന്നും അങ്ങനെ ബാബയെക്കുറിച്ച് ആർക്കും അറിവില്ലായിരുന്നു. കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും അല്ല, കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ അതുമല്ല, അദ്ദേഹത്തിൻ്റെ അമ്പലമൊന്നും നമ്മുടെ കേരളത്തിൽ അത്ര പോപ്പുലർ ആയിരുന്നില്ല. പക്ഷെ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഒട്ടുമിക്ക ആൾക്കാർക്കും ഷിരടി സായിബാബ ആരാണെന്നറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്പലങ്ങളും നമ്മുടെ കേരളത്തിൽ പോപ്പുലറായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ നമ്മുടെ ബാബയുടെ അമ്പലമുണ്ട്. കോഴിക്കോട്, അതുപോലെ കണ്ണൂർ, പിന്നെ തൃശ്ശൂർ, എറണാകുളം, അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ബാബയുടെ അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള അമ്പലത്തെക്കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം ഒരു സെയിൻ്റ് ആയിരുന്നു, ദൂതനായിരുന്നു. അതായത് നമ്മൾ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ് ബാബ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ സാധുവായിട്ട് ജീവിച്ച ഒരാളാണ്. മഹാരാഷ്ട്രയിലെ ഷിരടി എന്ന ഗ്രാമത്തിൽ 16 വയസ്സുകാരനായ ഒരു ബാലനായിട്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. എന്നാണ് അദ്ദേഹം ജനിച്ചതെന്നൊന്നും ആർക്കും അറിവില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹം വളരെ വളരെ കീറിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ജീവിച്ച ആളാണ്. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്തിരുന്ന ഒരാളാണ്. പിന്നെ എല്ലാവർക്കും സ്വന്തം കൈയാൽ തന്നെ ഉണ്ടാക്കി ഭക്ഷണം നൽകുമായിരുന്നു അദ്ദേഹം. അത് പക്ഷിമൃഗാദികൾക്കാണെങ്കിലും ജനങ്ങൾക്കാണെങ്കിലും ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹം വെജും നോൺ വെജും രണ്ടും കഴിച്ചിരുന്ന ആളാണ്. രണ്ടിനെയും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരാളാണ്. നോൺ വെജ് കഴിക്കണം എന്ന് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനല്ല, ബട്ട് സ്റ്റിൽ അത് കഴിക്കുന്നതിനോടും അദ്ദേഹം എതിർപ്പൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതിൻ്റെ കഥയൊക്കെ ആധികാരികമായിട്ട് അറിയാനാണെന്നുണ്ടെങ്കിൽ ശ്രീ സായി സച്ചരിത്ര എന്ന ബുക്ക് അവൈലബിൾ ആണ്, നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വായിച്ചാൽ നല്ലപോലെ മനസ്സിലാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പോകണമെങ്കിൽ, ഈ അമ്പലത്തിൽ പോകണമെങ്കിൽ നമുക്ക് കോഴിക്കോടാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ കോഴിക്കോട് നിന്ന് നെല്ലായി റോഡ് എന്നുള്ള ഒരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കോഴിക്കോട് നിന്ന് ബസ്സിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ബേപ്പൂർ ബസ് കയറുക, അല്ലെങ്കിൽ മീൻചന്ത പോകുന്ന ബസ് കയറുക. എന്നിട്ട് കല്ലായി റോഡ് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാം. കല്ലായി റോഡ് ആര്യവൈദ്യശാല എന്നാണ് സ്റ്റോപ്പിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞാൽ മതി, അവിടെ ഇറക്കി തരുന്നതാണ് ബസ്. ഇനി അല്ല, ഓട്ടോയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഒരു 10-40 രൂപയാണ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ ഒരു ആരത്തി മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. എല്ലാ ബാബയുടെ ക്ഷേത്രത്തെ പോലെയും രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും വൈകുന്നേരത്തെയും ആരത്തി ഇല്ല. ആകെ ഉച്ചയ്ക്കത്തെ ആരത്തി മാത്രമേ ഉള്ളൂ. അത് മധ്യാഹ്ന ആരത്തി, അതൊരു 12 മണിയാകുമ്പോൾ തുടങ്ങും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അന്നദാനം വരുന്നത്. ഒരു 12:30-ക്കാണ് അന്നദാനം. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അവിടെ അന്നദാനം ഉണ്ട് എന്നുള്ളതാണ്. ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെ കാണാറില്ല. ആകെ ഒരു ദിവസം മാത്രമേ, അതായത് വ്യാഴാഴ്ച ബാബയുടെ ദിവസമായ വ്യാഴാഴ്ച മാത്രമേ അങ്ങനെ അന്നദാനം ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ എല്ലാ മതസ്ഥരുടെയും പ്രാർത്ഥന അവർ ചൊല്ലാറുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഹിന്ദുസിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും മുസ്ലിംസിൻ്റെ ആണെങ്കിലും ഓക്കെ. അപ്പോൾ എല്ലാ ദിവസവും അവർ എല്ലാ മതസ്ഥരുടെയും പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ധൂപ്പാരത്തില്ല, മധ്യാഹ്ന ആരത്തിക്ക്. ഓക്കെ, അപ്പോൾ അത് ശരിക്കും ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു. കാരണം ബാബ പറഞ്ഞിരുന്നതും അതാണ്, എല്ലാ മതസ്ഥരെയും നമ്മൾ ഒരുപോലെ കാണണം, അവരെ മാനിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിച്ചത് വളരെ ഒരു സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് പല ക്ഷേത്രങ്ങളിലും, അതായത് ബാബയുടെ ക്ഷേത്രങ്ങളിലും അങ്ങനെ കാണാറില്ല. അപ്പോൾ നല്ലൊരു ക്ഷേത്രമാണ്, എല്ലാവരും വിസിറ്റ് ചെയ്യാം കേട്ടോ. സായിറാം, താങ്ക് യു.